ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഡയറ്റിന് വേണ്ടി ഷോർട്ട് കട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലൊരു വർക്കൗട്ട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇത്ര ദിവസം കൊണ്ട് കുറയോ അല്ലെങ്കിൽ കുറയുന്ന ഉറപ്പുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ഇതേപോലെ ഒരേ ആൻസർ റിപ്പീറ്റ് ചെയ്തിട്ടും എടുത്തു. കാരണം നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും, പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാനൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടും കറക്റ്റായിട്ടൊരു സാധാരണ നോർമൽ രീതിയിലുള്ള ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും നമ്മൾ ഫോളോ ചെയ്യണം. ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവം പോലെ കണക്കാക്കേണ്ട കാര്യമില്ല. ഇത്ര ചിന്തിച്ചാൽ മതി. അതായത് ലോ ഫാറ്റ്, ലോ കാർബ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് ഫാറ്റ് കാർബൊന്നും നമ്മളെ ബോഡിയിൽ എത്താത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തതും അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ഡയറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബേസിക്കായിട്ട് ഇത്ര ചിന്തിച്ചാൽ മതി. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഫാറ്റും അല്ലെങ്കിൽ ലോ കാർബും ഉള്ള ഫുഡുകൾ ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവറെങ്കിലും ഡെയിലി വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കുക. ഈ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടിപ്സ് പറഞ്ഞുതരാമെന്ന് ആലോചിച്ച് നോക്കുക. അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ടിപ്സ്, നമ്മളിപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അതിപ്പോൾ ഭക്ഷണ രീതിയാണെങ്കിലും വർക്കൗട്ടാണെങ്കിലും ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാതെ പുറമേ നിന്നൊന്നും ഒരാളൊരു ടിപ്പ് പറഞ്ഞു വന്നതുകൊണ്ട് അതങ്ങനെ കുറയാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിലും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതല്ലെങ്കിൽ വേറെ പല രീതിയിലും നമുക്ക് വളരെ എളുപ്പം, അതായത് ശരീരം അനങ്ങാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയിട്ടുള്ള പല രീതികളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കാലാകാലം ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നിർത്തുന്ന സമയത്ത് വീണ്ടും പഴയതിനേക്കാൾ ഇരട്ടിയായിട്ട് ബോഡി വെയിറ്റ് വർദ്ധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മളെ ഇൻറ്റേർണൽ ഓർഗാൻസിന് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പല പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് വന്നതാണ് നമ്മൾ ആലോചിക്കില്ല, അല്ലെങ്കിൽ മനസ്സിലായാലും പിന്നീട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു വേ എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ്. ഇതുകൊണ്ട് ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രതികൂലമായിട്ട് നമുക്കൊന്നും സംഭവിക്കാനുമില്ല. നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഒരു 4-5 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളൊരു വർക്കൗട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി വെയ്റ്റിൽ അല്ലെങ്കിലും ആ ഒരു ഫിറ്റ്നസ്സിൽ നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരുപാട് മെലിഞ്ഞ ആളുകളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എന്തായാലും വർക്കൗട്ട് നിർബന്ധമാണ്. എല്ലാ രീതിയിലും നമ്മുടെ ബോഡി പാർട്സൊക്കെ ആ ഒരു ആംഗിളിൽ വർക്കിംഗ് നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു രീതിയിൽ ഇരിക്കുക, നിൽക്കുകയോ അങ്ങനെയുള്ള ഒരു ജോലിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ആംഗിളിൽ മാത്രമേ നമ്മുടെ ശരീരം വർക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങൾക്കും അവിടെ ഒരു വർക്കിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വർക്കൗട്ട് നിർബന്ധമാണ്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് വർക്കൗട്ടിലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് മെലിഞ്ഞ ആളുകൾ ഹെവി വർക്കൗട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നോർമലി ഒരു 10-15 മിനിറ്റ് നടക്കാം, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള വർക്കൗട്ടുകൾ, കാർഡിയോ വർക്കൗട്ടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് കളയണം എന്നുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ നേരം 30-40 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ഇതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഏത് വർക്കൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരുപാട് ആളുകൾക്ക് ആദ്യമേ റിസൾട്ട് അറിയണം, അതല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് മാറുന്നറിയണം. ടിപ്സാണ്, കൂടുതൽ ആളുകൾക്കും ടിപ്സാണ് അറിയേണ്ടത്, എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാം എന്നുള്ള രീതിയാണ് വേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ടും ഡയറ്റും തന്നെയാണ്. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സംഭവമായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ മെത്തേഡുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ക്രമം, അല്ലെങ്കിൽ നമ്മൾ കലോറി വാല്യൂ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഭക്ഷണങ്ങൾ, അങ്ങനെ ആ രീതിയിൽ കഴിക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഡയറ്റ് എന്ന് പറയാം. അത് തന്നെയാണ് നമ്മൾ ഡയറ്റിലും ചെയ്യുന്നത്. എല്ലാം കൂടി വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫുഡ്സ്, കൂടുതൽ പ്രോട്ടീൻസ്, ഫൈബർ, വൈറ്റമിൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ്സ് കൃത്യമായിട്ടുള്ള സമയത്ത് ആ ഒരു കൃത്യമായിട്ടുള്ള അളവിൽ കലോറി വാല്യൂ ഒക്കെ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നത് തന്നെയാണ് ഡയറ്റ്. അപ്പോൾ ഈ ഒരു രീതി മനസ്സിൽ വെക്കാതെ ഒരുപാട് ആളുകൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ പട്ടിണി കിടക്കണം എന്നുള്ള ആ ഒരു മനോഭാവം വെച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്തു, ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പട്ടിണി കിടന്ന് ഫുഡൊന്നും ആവശ്യത്തിന് കഴിക്കാതെ വെള്ളമൊക്കെ കുടിച്ച് ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. കാരണം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, വെയിറ്റ് ലോസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെയിറ്റ് ലോസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത രീതിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വരും. കാരണം അത്രയും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കത് വന്നു തരിക. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതിരുന്നിട്ട് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വർക്കൗട്ടിൽ നിന്ന് തന്നെ അതിനെ പിന്തിരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരും, വർക്കൗട്ട് ചെയ്യാൻ തോന്നില്ല, കൂടുതൽ വിശപ്പ് വരും. കൂടുതൽ വിശപ്പുണ്ട് താനും, പക്ഷേ എനർജി കുറവായിരിക്കും. കാരണം ഒന്നും ഇൻടേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനർജി കുറവായിരിക്കും, വിശപ്പും കൂടുതലായിരിക്കും. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തോന്നില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആവും. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു ക്ഷീണം പോലുള്ളൊരു അവസ്ഥയായിരിക്കും ഫുൾ ടൈം ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
കൂടുതൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മളെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോയിലും നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഫൈബേഴ്സും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കലോറി കിട്ടും, ഫൈബർ കിട്ടും, പ്രോട്ടീൻസും ഒക്കെ കിട്ടും. പക്ഷേ ഇതിൽ ലെസ് കാർബ്, ഫാറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം വിശക്കാതിരിക്കും. ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കൂടുതൽ സമയം വിശക്കാതിരിക്കുകയും അപ്പോൾ നമുക്ക് എന്താകും, ഡയറ്റാണെങ്കിലും നമ്മൾ ഒരു നിയന്ത്രണത്തിലൂടെയാണല്ലോ ഫുഡ് കഴിക്കുന്നത് ഡയറ്റ് ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വിശക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണം കഴിക്കാത്തൊരു ക്ഷീണം നമുക്ക് ഉണ്ടാവില്ല, എന്നാൽ എനർജി ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉറക്കമാണ്. ഡയറ്റ്, വർക്കൗട്ട് ഇതൊക്കെ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിശ്രമം നമ്മുടെ ശരീരത്തിന് കൊടുക്കില്ല. ഒരു 7-8 മണിക്കൂറൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രി ഒരുപാട് ലേറ്റായിട്ട് കിടന്നിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ട് ഗുണമൊന്നുമില്ല. അതായത് ഡയറ്റ്, വർക്കൗട്ട്, റെസ്റ്റ്, ഈ 3 കാര്യങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. എന്നാലാണ് റിസൾട്ടും കിട്ടുള്ളൂ, ശരീരം വളരുന്നതിൻ്റെ കൂടെ മനസ്സും വളരുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കലോറി വാല്യൂ ഏകദേശം ഒന്ന് അറിഞ്ഞു വെക്കുക. ഏകദേശം ഹൈ പ്രോട്ടീൻ ഫുഡ്സിൻ്റെയും കലോറിയൊക്കെ നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ കലോറി വാല്യൂ പറഞ്ഞെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കലോറിയും തപ്പി പോകേണ്ട കാര്യമില്ല. അതേസമയം നമ്മളൊന്ന് കഴിച്ച് തുടങ്ങുമ്പോൾ, ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ, നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമുക്കതൊരു ഐഡിയ വന്നു തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കറക്റ്റ് നോക്കുന്നവർക്ക് കറക്റ്റ് നോക്കാം. കലോറി വാല്യൂ കഴിക്കുമ്പോൾ, അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഫുഡ്, ഏതൊക്കെ ഫുഡിൽ നിന്ന് എത്ര കലോറി കിട്ടും, നമുക്കൊരു ദിവസം എത്ര കലോറി വേണം, ഇതൊക്കെ നമുക്കൊരു ധാരണ വരും. അങ്ങനെ കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നവരുണ്ട്, നോർമലി ഒരു സാധാരണ രീതിയിൽ ചെയ്തു പോകുന്നവരുണ്ട്. എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാവും. പക്ഷേ അറിഞ്ഞ് കഴിക്കുന്നത് ഒന്നുകൂടി നല്ലതാണ്. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷുഗർ, പഞ്ചസാരയുടെ അളവ്. നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ബേക്കറിയിൽ നിന്നാവാം, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള കാര്യങ്ങളാവാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ പഞ്ചസാരയുടെ അളവ് വളരെ കുറയ്ക്കുക. ഇതിന് പകരം നമുക്ക് ചെറിയ രീതിയിൽ തേൻ, ശർക്കര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ടേസ്റ്റി ആക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുക, അടിവയറ്റിലെ ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റിലൊക്കെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലും ആപ്സിലും ബോഡി വെയ്റ്റിലൊക്കെ നല്ലൊരു മാറ്റം വരുന്നതിനും ഇതൊരു ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആളുകളുടെയും ഡൗട്ട്സിനുള്ളൊരു ആൻസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു തുടക്കക്കാരെന്ന രീതിയിൽ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഡയറ്റ്സും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിനെയും നിങ്ങളുടെ ഡൗട്ട്സിനെയും ബേസ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പോൾ പുതുതായിട്ട് നിങ്ങൾ ഡയറ്റ്സോ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.